നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പനമണ്ണ ഇറ്റിയൻമല കരിങ്കൽ കോറിക്ക് ഒറ്റപ്പാലം നഗരസഭയുടെ സ്റ്റോപ്പ് മെമ്മോ. ഉത്തരവ് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം കോറിയിൽ നടത്തിയ പരിശോധനയ്ക്ക് പിറകെ കോറിയിലേക്ക് നിർമ്മിച്ച പുതിയ റോഡിൽ മണ്ണ് തള്ളിയത് അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തി. സബ് കളക്ടറുടെ പരിശോധന ജനകീയ സമിതിയുടെ പരാതിയിൽ. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തവർ മുൻ ദേവസ്വം മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ. ശബരിമല കൊള്ളയിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ജില്ലയിൽ 1001 കേന്ദ്രങ്ങളിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിനും കോൺഗ്രസ് CPM ധാരണയ്ക്കുമെതിരായ സമരത്തിന്റെ തുടക്കമെന്ന് നേതാക്കൾ. നടത്തറയിൽ പടക്കം കയറ്റി വന്ന കണ്ടെയ്നർ ലോറിക്ക് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ക്ഷേത്രം പാചകപ്പുരയിൽ തീപിടുത്തം. തേനൂർ അയ്യർമലയിലുണ്ടായ തീപിടുത്തത്തിൽ വനസമ്പത്ത് വ്യാപകമായി കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം പനമണ്ണ ഇറ്റിയൻമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറിക്ക് നഗരസഭയുടെ സ്റ്റോപ്പ് മെമ്മോ. സബ് കളക്ടർ അഞ്ജിത് സിംഗിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം കോറിയിൽ നടത്തിയ പരിശോധനയ്ക്ക് പിറകെയാണ് നഗരസഭയുടെ ഉത്തരവ്. ഉത്തരവ് അടുത്ത പ്രവൃത്തി ദിനത്തിൽ ക്വാറി ഉടമയ്ക്ക് കൈമാറുമെന്ന് ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറി AS പ്രദീപ് അറിയിച്ചു. നാട്ടുകാർ രൂപീകരിച്ച ജനകീയ സമിതി സബ് കളക്ടർക്ക് നൽകിയ പരാതിക്ക് പിറകെയായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധന. അശാസ്ത്രീയമായ കരിങ്കൽ ഖനനം ജനവാസ മേഖലയ്ക്ക് ഭീഷണിയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. അതേസമയം ക്വാറിയിലേക്ക് പുതുതായി നിർമ്മിച്ച റോഡിൽ മണ്ണ് അശാസ്ത്രീയമായാണ് തള്ളിയിരിക്കുന്നത് എന്ന് പരിശോധനയിൽ കണ്ടെത്തി. നഗരസഭാ കൗൺസിലർമാരായ അർച്ചന സജിത്ത്, N ഷിബു, KK അജീഷ്, നഗരസഭാ സെക്രട്ടറി AS പ്രദീപ് എന്നിവരും ജനകീയ സമിതി ഭാരവാഹികളും സബ് കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. കളക്ടർ പറഞ്ഞിരുന്നു സ്ഥലം പരിശോധിച്ച് നോക്കാൻ. അപ്പോൾ ഞാൻ നോക്കിയതിൽ ഇവിടെ മണ്ണ് അലക്ഷ്യമായാണ് കൈകാര്യം ചെയ്തതെന്ന് കണ്ടു. ജിയോളജി വകുപ്പിൽ നിന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ഇൻസ്പെക്ഷൻ ഇതിനെ തുടർന്നുണ്ടാവും. തൽക്കാലം അതെല്ലാം കഴിയുന്നവരെ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് നഗരസഭാ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്ന നോട്ടീസ് കൊടുക്കും. ഇന്നോ നാളെയായിട്ട് നോട്ടീസ് നൽകും, രേഖാമൂലം നൽകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ BJP 1001 കേന്ദ്രങ്ങളിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചു. ഒറ്റപ്പാലം നഗരത്തിൽ നടന്ന ജ്യോതി തെളിയിക്കൽ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമല കൊള്ള നടത്തുന്ന CPM കോൺഗ്രസ് കൊള്ള സംഘങ്ങൾക്കെതിരെ ശബരിമല സംരക്ഷണത്തിനു വേണ്ടി വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി എന്ന മന്ത്രമുരുവിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തവർ ദേവസ്വം മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒറ്റപ്പാലത്ത് അയ്യപ്പ ജ്യോതി തെളിയിക്കൽ ഉദ്ഘാടനം ചെയ്ത BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ ചോദിച്ചു. ഹിന്ദു വിരുദ്ധത സംസ്ഥാന സർക്കാർ മുഖമുദ്രയാക്കിയിരിക്കുകയാണ്. കുംഭമേള മുടക്കിയതും അതിനോട് പ്രതികരിക്കാത്ത UDF നിലപാടും ഒത്തുനോക്കിയാൽ ഇവർ ഒരേ തൂവൽ പക്ഷികളാണെന്ന് വ്യക്തമാകും. ഇവിടെ കള്ളന്മാരായുള്ള ആളുകൾ ദേവസ്വംബോർഡ് ഭരിക്കുന്ന ആളുകളാണ്. ദേവസ്വംബോർഡ് കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ ഭരിച്ചിരിക്കുന്നത് അത് LDF-ഉം UDF-ഉം മാറിയിട്ടാണ്. ഇവിടെ LDF-ഉം UDF-ഉം കേരളം ഭരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് അവർ കൈയാറുമ്പോൾ ആ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉള്ള ലോകത്തിലെ മുഴുവൻ ആളുകളും ആരാധിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്നതടക്കമുള്ള സ്വർണ്ണാഭരണങ്ങളും അവരുടെ സ്വർണ്ണപ്പാളികളും അതുപോലുള്ള ഓരോ കാര്യങ്ങളും അവിടുന്ന് കട്ടുകൊണ്ടുപോയി എന്നുള്ളത് അയ്യപ്പ ഭക്തന്മാരെ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. BJP മേഖലാ ജനറൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തൊടി, ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ, ST മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമോദ് കുമാർ, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത്, സുരേഷ് കോണിക്കൽ, ബാലകുമാർ, കൗൺസിലർ ജയശങ്കർ എന്നിവർ പ്രസംഗിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മേഖലാ ജനറൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി അയ്യപ്പ ജ്യോതി തെളിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് നിന്ന് കോങ്ങാട്ടിലേക്കുള്ള യാത്ര മധ്യേ നീലിമ ബസ്സിൽ കുഴഞ്ഞു വീണ സ്ത്രീയെ ബസ് യാത്രക്കാരോട് കൂടി തന്നെ ആശുപത്രിയിൽ എത്തിച്ച ഡ്രൈവറും കണ്ടക്ടറും മാതൃകയായി. ബസ്സിന്റെ ഒരു റൂട്ട് മുടങ്ങിയെങ്കിലും കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സന്മനസ്സിനെ നാട്ടുകാർ അഭിനന്ദിച്ചു. മങ്കര കല്ലൂർ സ്വദേശി ദേവോമ്മയാണ് ബസ്സിൽ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ യാത്രക്കാരോട് കൂടി തന്നെ ബസ് മണ്ണൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു. ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സംയോജിതമായ ഇടപെടലിൽ നാട്ടുകാർ ഇവരെ അഭിനന്ദിച്ചു. ഒപ്പം ബസ് യാത്രക്കാരുടെ സഹകരണവും നിർണായകമായി. മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശ്രീദേവി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ SJN നജീബ്, മെമ്പർ കൃപേഷ്,
CDS ചെയർപേഴ്സൺ ലാസ്യ മറ്റ് പൊതുപ്രവർത്തകരും ആശുപത്രിയിലെത്തിയിരുന്നു. 2 മണിക്കൂർ നേരത്തെ ചികിത്സയ്ക്ക് ശേഷം ദേവുമ്മ വീട്ടിലേക്ക് മടങ്ങും വരെ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചിറ്റൂരിൽ തർക്കത്തിനിടെ ബന്ധുവിന്റെ കുത്തേറ്റ് യുവാവ് മരിച്ചു. പുൽപ്പള്ളി അമ്പലപ്പറമ്പ് പതി സ്വദേശി 35 വയസ്സുള്ള എസ് ശരത്താണ് മരിച്ചത്. ശരത്തിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് പുൽപ്പള്ളി വേർക്കോലി വടക്കുംപാടം സ്വദേശി 41 വയസ്സുള്ള പ്രമോദ് കുമാറിനെ ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്ക് തർക്കത്തിനിടെ പ്രമോദ് കയ്യിലുണ്ടായിരുന്ന ബൈക്കിന്റെ താക്കോൽ കൊണ്ട് ശരത്തിന്റെ കഴുത്തിൽ കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശരത്തിനെ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകാൻ എത്തിയ രക്ഷിതാക്കൾ ചേർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകിട്ട് 7 മണിയോടെ മരണം സംഭവിച്ചു. കൊല്ലപ്പെട്ട ശരത്തിന്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവാണ് പ്രമോദ്. പ്രമോദും ഭാര്യയുമായി വർഷങ്ങളായി അകന്നു കഴിയുകയായിരുന്നു. ഇവരുടെ ഏക മകൻ അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം. സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് കുട്ടിയെ വിളിക്കാൻ എത്തിയതായിരുന്നു സഹോദരി ഭർത്താവായ ശരത്ത്. സ്കൂളിൽ കെട്ടിട നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന പ്രമോദുമായി ശരത്ത് വാക്കുതർക്കമുണ്ടായി. ഇതേ തുടർന്ന് സ്കൂളിന് മുന്നിലെ റോഡിൽ വെച്ചാണ് കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് പ്രമോദ് ശരത്തിന്റെ കഴുത്തിൽ കുത്തിയത്. പ്രതി പ്രമോദിനെ ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാത നടത്തറയിൽ പടക്കം കയറ്റി വന്ന കണ്ടെയ്നർ ലോറിയിൽ തീപിടിച്ചു. വാഹനത്തിന്റെ ഡ്രൈവർ പുത്തൂർ സ്വദേശി അനൂജിന് നിസ്സാര പരിക്കേറ്റു. കോയമ്പത്തൂരിൽ നിന്ന് പടക്കം കയറ്റി നടത്തറയിലേക്ക് വന്ന ലോറിക്കാണ് തീപിടിച്ചത്. പടക്കം പൂർണ്ണമായും കത്തിനശിച്ചു. തൃശ്ശൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ക്ഷേത്രം പാചകപ്പുരയിൽ തീപിടുത്തം. ക്ഷേത്രോത്സവത്തിന് പായസം തയ്യാറാക്കുന്നതിനിടെ പാചകവാതക സിലിണ്ടർ ചോർന്ന് തീ പടർന്നത് ഭക്തരും നാട്ടുകാരും ചേർന്ന് തീ കെടുത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പെരിങ്ങോട്ടുകുറിശ്ശി ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപമുള്ള മാരിയമ്മൻ കുടുംബക്ഷേത്രത്തിന്റെ പാചകപ്പുരയിലാണ് തീപിടുത്തമുണ്ടായത്. സർക്കാർ വനമേഖലയായ തേനൂർ അയ്യർമലയിൽ വൻ അഗ്നിബാധ. ബുധനാഴ്ച വൈകുന്നേരമാണ് തീ പടർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വൻ മരങ്ങളടക്കം കത്തി ചാമ്പലായിട്ടുണ്ട്. പാലക്കാട് നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്ര ഭാരതപ്പുഴക്കടവിൽ നിള ആരതി അതിഗംഭീരമായി നടന്നു. മകരസംക്രാന്തി ദിനമായ ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു നിള ആരതി നടന്നത്. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഭാവാത്മകമായ, രചനാത്മകമായ, സൃഷ്ടിപരമായ ചിന്തകൾ കൊണ്ടും എല്ലാം നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നിഷിദ്ധമായ, നിഷേധാത്മകമായ ചിന്തകളും എല്ലാം നീക്കം ചെയ്ത് അവിടെയെല്ലാം നന്മയുടെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം ഉണ്ടാകാൻ ഇടവരട്ടെ. കഴിഞ്ഞ 15 വർഷമായി നടത്തിവരുന്ന നിള ആരതിക്ക് ഈ വർഷം നേതൃത്വം കൊടുത്തത് സന്യാസി ശ്രേഷ്ഠന്മാർ, പൊതുപ്രവർത്തന രംഗത്തെ പ്രമുഖർ, ഭരണനിർവഹണ മേഖലയിലെ വിശിഷ്ട വ്യക്തികൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, പ്രകൃതി പ്രവർത്തകർ എന്നിവരെ പൂർണ്ണകുംഭം നൽകി ക്ഷേത്രം പ്രസിഡന്റ് രാമു ചാത്തിരത്ത് സ്വീകരിച്ചു. ഭാരതപ്പുഴയുടെ പൂർണ്ണമായ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങൾ, ക്ഷേത്രകലകൾ, സംസ്കാരങ്ങൾ, കവികൾ, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിള വിചാരവേദി തകർന്നറിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുകയും നാടിന് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മോക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ്, പാങ്ങാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരാണ് സംഘാടനം നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളത്ത് കഴുത്തും കൈഞ്ഞരമ്പും മുറിച്ച് ട്രാൻസ്ഫോമറിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ശ്രമം. പോലീസും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് യുവാവിനെ രക്ഷപ്പെടുത്തി. ജീവിതം അവസാനിപ്പിക്കാൻ മാരകമായി മുറിവേൽപ്പിച്ച ശേഷം ട്രാൻസ്ഫോർമറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ കുന്നംകുളം പോലീസും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. മുതുവമ്മൽ ചെറുവള്ളിക്കടവ് സ്വദേശിയായ 38 വയസ്സുള്ള അഭിഷേകാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം മുതുവമ്മൽ ചെറുവള്ളിക്കടവിന് സമീപമായിരുന്നു സംഭവം. കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം യുവാവ് സമീപത്തെ വൈദ്യുത ട്രാൻസ്ഫോർമറിന് മുകളിലേക്ക് കയറുകയായിരുന്നു. പരിഭ്രാന്തരായ നാട്ടുകാർ ഉടൻ തന്നെ കുന്നംകുളം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തുമ്പോൾ രക്തം വാർന്ന നിലയിൽ ട്രാൻസ്ഫോർമറിന് മുകളിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു യുവാവ്. തുടർന്ന് കുന്നംകുളം അഡീഷണൽ SI ജോസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുധീഷ്, ഷംനാദ് എന്നിവരുടെ നേതൃത്വത്തിൽ യുവാവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കി.
അവശനിലയിലായ അഭിഷേകിനെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. യുവാവ് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. പോലീസിൻ്റെയും ആംബുലൻസ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും കൃത്യസമയത്തുള്ള ഇടപെടലാണ് ഇയാളുടെ ജീവൻ രക്ഷിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കഞ്ചേരി കാഞ്ഞിരക്കോട് മധ്യവയസ്കനെ വീടിന് സമീപത്തെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരക്കോട് സ്വദേശി 64 വയസ്സുള്ള ജയചന്ദ്രനാണ് മരിച്ചത്. ഹോട്ടൽ തൊഴിലാളിയായ ജയചന്ദ്രനെ ജോലിക്ക് വിളിക്കാനായി വീട്ടിലെത്തിയ ഹോട്ടലിലെ സുഹൃത്തും സഹോദരനുമാണ് ഇയാളുടെ വീടിനടുത്തുള്ള തറവാട്ടമ്പലത്തിന് സമീപത്തെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഏകദേശം 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവമറിഞ്ഞ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷ്ടാക്കൾ പണം കവർന്നത്. കൊടുങ്ങല്ലൂർ കാര പുതിയ റോഡ് കിഴക്കുവശം ശ്രീകൃഷ്ണ മാരുതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ക്ഷേത്രനടയിൽ വച്ചിരുന്ന വലിയ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി കുത്തിത്തുറന്ന നിലയിലാണ്. മറ്റൊരു ഭണ്ഡാരവും കുത്തിത്തുറന്നിട്ടുണ്ട്. ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരം തുറക്കാനും ശ്രമം നടന്നു. മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ അമ്പലത്തിൽ അച്ഛൻ വന്നപ്പോഴാണ് ക്യാമറ തിരിഞ്ഞിരിക്കണത്. ക്യാമറ തിരിഞ്ഞിരിക്കണത് നോക്കിയപ്പോഴാണ് ഭണ്ഡാരത്തിന് താഴ് കാണുന്നില്ല. അപ്പോൾ ഒരു സംശയം തോന്നി. അങ്ങനെ CCTV നോക്കിയപ്പോഴാണ് ഫ്രണ്ടിലെ ഭണ്ഡാരം എടുത്ത് അവിടെ മാറ്റിക്കൊണ്ടിട്ട് അവിടുന്ന് പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ റോഡിൻ്റെ അടുത്തുള്ള ഭണ്ഡാരം ഒന്ന് പൊളിച്ചിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലെ ഭണ്ഡാരം തുറക്കാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അത് ഡബിൾ ലോക്ക് കാരണം കിട്ടിയില്ല. അത് ബാക്കി 2 ഭണ്ഡാരം തുറന്ന് കള്ളം കൊണ്ടുപോയിട്ടുണ്ട്. CCTVയിൽ ആളെ കിട്ടിയിട്ടുണ്ട്. മുഖം മൂടി ഇട്ടതായിട്ടാണ് കാണുന്നത്. ഏകദേശം ഒരു 3 മണിക്കാണ്, 2:50-നും 3:30-ക്കുള്ളിലാണ് കള്ളം വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവവും അവിൽ നിവേദ്യവും ആരംഭിച്ചു. ഫെബ്രുവരി 12 വരെയാണ് ആഘോഷം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ വില്ലുമംഗലം സ്വാമിയാർ തുടങ്ങിവെച്ചതാണ് അവിൽ നിവേദ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന വിശേഷ ചടങ്ങുകൾക്കാണ് കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തുടക്കമായത്. നിത്യേന രാവിലെ പ്രത്യേക പൂജകളും വൈകുന്നേരം നിറമാലയുമുണ്ടാകും. നാദസ്വരം ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 8:30-ന് അവിൽ പ്രസാദ വിതരണം എന്നിവയും നടക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വില്ലുമംഗലം സ്വാമിയാർ തുടങ്ങിവെച്ചതാണ് അവിൽ നിവേദ്യമെന്നാണ് ഐതിഹ്യം. ഭക്തജനങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ ഒരു പറ എന്ന കണക്കിനാണ് അവിൽ നിവേദിക്കുന്നത്. നിത്യേന നിരവധി ഭക്തജനങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ അവിൽ വഴിപാടായി നൽകുന്നു. ഒരു ദിവസം 100 പറ നിവേദിച്ച സമയങ്ങളുണ്ട്. അവിലിൽ നാളികേരവും ശർക്കരയും ചേർത്ത ശേഷം ഭഗവാന് നേദിക്കും. ഇതിനു മുമ്പ് കൈകൊട്ടൽ എന്ന ചടങ്ങ് മണ്ഡപത്തിൽ നടക്കും. ക്ഷേത്രത്തിനകത്ത് അവിൽ നിവേദ്യം നൽകും. തുടർന്ന് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിൽ പ്രസാദം വിതരണം ചെയ്യും. ഇതിനുശേഷം 2 ഓരി അവിൽ മാറ്റിവെക്കും. ക്ഷേത്രത്തിൽ വാങ്ങാൻ വരുന്ന മുതിർന്ന അംഗവും ആർപ്പുവിളി കഴിഞ്ഞ് വിതരണം ചെയ്യാനായി മറ്റൊരംഗവും ആ ഓഹരി അവിലെടുക്കും. കാളാടി കോയമ്മ എന്നാണ് അറിയപ്പെടുന്നത്. തുടർന്ന് ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ നടയിൽ നിന്ന് ആർപ്പ് വിളിക്കും. അതിനുശേഷം പുറത്തുള്ള ആൽത്തറയിൽ വെച്ചും ആർപ്പുവിളിയുണ്ട്. തോർത്തുമുണ്ടിൽ മാത്രമാണ് അവിൽ പ്രസാദം നൽകുക. നിരവധി ഭക്തജനങ്ങൾ പ്രസാദം വാങ്ങാൻ ക്ഷേത്രത്തിലെത്താറുണ്ട്. കേരളത്തിൽ ഇത്തരത്തിലൊരു വഴിപാട് മറ്റ് ക്ഷേത്രങ്ങളിലില്ല. തൈപ്പൂയം ഫെബ്രുവരി 1-ന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ ചെർപ്പളശ്ശേരി മലബാർ സൗഹൃദ വേദിയുടെ 11ാമത് പ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മണ്ണൂർ രാജകുമാരൻ ഉണ്ണി സംഗീതം, വി എ രാജനഴക്കാട് സാമൂഹ്യ സേവനം, ഗ്രന്ഥശാല പ്രവർത്തനം, ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടി ശാസ്ത്രം, കഥകളി പഠനം, സാഹിത്യം, നിരൂപണം, ടി എം മാധവനുണ്ണി നാട്ടുമാവ് സംരക്ഷണം എന്നിവർക്കാണ് പുരസ്കാരം.
10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 14 രാവിലെ 10 മണിക്ക് ചെർപ്പളശ്ശേരി ശാരദാംബ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കുമെന്ന് ജൂറി അംഗങ്ങളായ KR രവി, മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, ബിജുമോൻ പന്തിരുകുലം, ഡോക്ടർ അമൃതം കൃഷ്ണദാസ് എന്നിവർ അറിയിച്ചു. ആറ്റൂർ അറഫ സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന 32ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുക, അത് ശരിയായ പാത കാണിച്ചു കൊടുക്കാത്തതിൻ്റെ കൂടി ഫലമായിട്ടുള്ളതാണ്. അപ്പോൾ ശരിയായ പാത കാണിച്ചു കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. ഓരോ കുട്ടിയും നല്ല മനുഷ്യനായി വളർത്താൻ വേണ്ടിയുള്ള ഇടപെടലായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ടാകുന്നത്. അത് ഈ സ്ഥാപനത്തിൽ നല്ലപോലെ ഉണ്ടാകുന്നു എന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം നാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ പ്രചോദനമായി തീരണം ഈ 32ാം വാർഷികാഘോഷ പരിപാടികൾ. ആറ്റൂർ അറഫ സ്കൂൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനിമാ താരം നന്ദകിഷോർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അറഫ സ്കൂൾ ജനറൽ സെക്രട്ടറി KS ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാപനത്തിൻ്റെ ട്രഷറർ PM അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി MV സുലൈമാൻ, ട്രസ്റ്റ് അംഗം ഹുസൈൻ ചെറുതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീരമ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പനമണ്ണ ഇറ്റിയൻമല കരിങ്കൽ കോറിക്ക് ഒറ്റപ്പാലം നഗരസഭയുടെ സ്റ്റോപ്പ് മെമ്മോ. ഉത്തരവ് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം കോറിയിൽ നടത്തിയ പരിശോധനയ്ക്ക് പിറകെ കോറിയിലേക്ക് നിർമ്മിച്ച പുതിയ റോഡിൽ മണ്ണ് തള്ളിയത് അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തി. സബ് കളക്ടറുടെ പരിശോധന ജനകീയ സമിതിയുടെ പരാതിയിൽ. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തവർ മുൻ ദേവസ്വം മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ. ശബരിമല കൊള്ളയിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ജില്ലയിൽ 1001 കേന്ദ്രങ്ങളിൽ അയ്യപ്പജ്യോതി തെളിയിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിനും കോൺഗ്രസ് CPM ധാരണയ്ക്കുമെതിരായ സമരത്തിന്റെ തുടക്കമെന്ന് നേതാക്കൾ. നടത്തറയിൽ പടക്കം കയറ്റി വന്ന കണ്ടെയ്നർ ലോറിക്ക് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ക്ഷേത്രം പാചകപ്പുരയിൽ തീപിടുത്തം. തേനൂർ അയ്യർമലയിലുണ്ടായ തീപിടുത്തത്തിൽ വനസമ്പത്ത് വ്യാപകമായി കത്തിനശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്ത വൈകുന്നേരം 6 മണിക്ക്. നന്ദി, നമസ്കാരം.